വേദനകളെല്ലാം ഏറ്റ് ക്രൂശിൽ കിടക്കുന്നവൻ നമുക്കാരാണ്? ഈ ചോദ്യത്തിൽ നിന്ന് ചെറിയൊരു ചിന്ത നമുക്ക് പകൽ ധ്യാനിക്കാം. വിശുദ്ധ പൗലോസ് സ്ലീഹ ഗലാത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്നാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. നന്നെ മുറിവേറ്റ് അർത്ഥപ്രാണൻ എന്ന് പോലും പറയാൻ സാധിക്കാത്ത രീതിയിൽ വല്ലാതെ ക്ഷീണിതനായി മരക്കുരിശിൽ കിടക്കുന്ന ഒരുവൻ. ഗലാത്യ സഭയോട് പൗലോസിന്റെ സംസാരങ്ങൾ ഈ ക്രൂശിതനായ ക്രിസ്തുവിനെ പറ്റിയാണ്. ന്യായപ്രമാണത്തിന് പ്രാധാന്യം നൽകി യഹൂദരിൽ മാത്രം ചുരുങ്ങി നിന്ന സുവിശേഷത്തിന്റെ സാധ്യതയും സകലർക്കും വേണ്ടി തുറന്നു കൊടുക്കുവാൻ പൗലോസിന്റെ സംസാരങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. പ്രമാണങ്ങൾ മാറ്റി നിർത്തിയവരോട്, മറ്റൊരു ദുർവിശേഷത്തിന്റെ അടിമകളായി കഴിയേണ്ടി വന്നവരോട് ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം പറഞ്ഞുകൊണ്ട് പൗലോസ് ഒരു പുതിയ പ്രതീക്ഷ ഈ ജനത്തിന് നൽകുകയാണ്. ദൈവവുമായുള്ള ശരിയായ ബന്ധത്തിനും ജീവിത ക്രമീകരണത്തിനും ദൈവകൃപ എപ്രകാരം നമ്മെ പരുവപ്പെടുത്തുന്നു എന്നുള്ളത് ഈ നോമ്പിന്റെ നാളുകളിൽ നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. ഇതിന്റെ ആകെത്തുക എന്നോണം ആരിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതിന്റെ മറുപടിയാണ് പൗലോസിന്റെ പ്രഖ്യാപനം. വാക്യം 20 വായിക്കുമ്പോൾ താൻ എന്തിന് ജീവിക്കുന്നു, ആർക്കു വേണ്ടി ജീവിക്കുന്നു, ക്രിസ്തു തനിക്ക് ആരാണ് എന്നുള്ള വിശ്വാസ പ്രഖ്യാപനം പൗലോസ് കൃത്യമായി രേഖപ്പെടുത്തുന്നു. താൻ ജീവിക്കുന്നത് തന്നെ സ്നേഹിച്ച് തനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്താനത്ര എന്ന് പൗലോസ് പറയുന്ന സമയം, ക്രിസ്തു വിശ്വസിച്ചാൽ അവനിലൂടെ വെളിപ്പെട്ടിട്ടുള്ള സത്യങ്ങളെ നമ്മുടെ സത്യങ്ങളാക്കി മാറ്റുവാൻ സാധിക്കും എന്നുള്ള പ്രത്യാശയാണ് പൗലോസ് ഇവിടെ നൽകുന്നത്. ന്യായപ്രമാണം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, ക്രിസ്തു എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു എന്നുള്ളതാണ് പ്രധാനം. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഞാൻ പിറന്നു വീണ പ്രമാണങ്ങളുടെ ലോകവുമല്ല എന്നെ ജീവിക്കാൻ ചിട്ടപ്പെടുത്തുന്നത്. പിന്നെയോ ഈ ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവിന്റെ ജീവൻ നൽകിയിട്ടുള്ള സ്നേഹമാണ് എന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത്. അതിനായി എന്നെ ഈ ദൈവകൃപ മുൻപോട്ട് നടത്തും. പ്രമാണങ്ങൾ വല്ലാതെ കെട്ടുമുറുക്കുന്ന ഒരു ലോകത്തിൽ മനുഷ്യജീവിതം എഴുതപ്പെട്ടതും അല്ലാത്തതുമായിട്ടുള്ള നിയമങ്ങളുടെ ചങ്ങലകളിൽ ശ്വാസം മുട്ടുന്ന ഈ ലോകത്ത് ക്രൂശിൽ നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകി നമ്മെ സ്നേഹിച്ച, നമുക്ക് വേണ്ടി പാപം ഒഴികെ സകലത്തിലും നമുക്ക് സമനായി തീർന്ന ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസത്തിൽ മുന്നേറുവാൻ ഈ ധ്യാനങ്ങളും ശുശ്രൂഷകളും നമ്മെ സഹായിക്കട്ടെ. ക്രൂശിൽ കിടക്കുന്നത് എന്നോടുള്ള സ്നേഹം പ്രകടമാക്കാൻ എനിക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവാണ്. അതെ, അവൻ തന്നെ.